സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ബിഗ് ബോസ് താരത്തിൻ്റെ വീഡിയോകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എവിടെ നോക്കിയാലും ട്രോള് എടുത്തിട്ട് കീറി ഭിത്തിയിലൊട്ടിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള വീഡിയോ. കാരണം ഇതിങ്ങനെ കീറാൻ കാരണം എന്താ വെച്ചാൽ ഒരാൾ രാഷ്ട്രീയത്തിൽ പോകുന്നതിനോടും ആർക്കും ഇവിടെ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഈ സംഘപരിവാറിനെ കുറിച്ചിട്ട് ഈ കോട്ടാത്തല പറഞ്ഞത് നിങ്ങളിൽ പല ആൾക്കാരും കേട്ട് കാണും. ഞാൻ മരിക്കേണ്ടി വന്നാലും BJP എന്ന് പറഞ്ഞ അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കില്ല എന്നാണ് ഈ വേട്ടാവളിയൻ അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവൻ 2020 ഭാഗമായി നിന്നുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചാണകത്തിൽ ചവിട്ടി നിൽക്കുക. ചാണകത്തിൽ ചവിട്ടിയപ്പോൾ തന്നെ ഇവന്റെ ഫിലമെന്റ് അടിച്ചുപോയി. ഇത് നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടിയാണെന്ന് തോന്നുന്നത്. കാരണം ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗീർവാണമൊക്കെ മുഴക്കി കയ്യടിയൊക്കെ നേടി. കാരണം ഇവരെന്തോ വലിയ സംഭവമാണെന്നൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നതാണ്. കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച് അതിൻ്റെ പേരിൽ ഇവനൊരൊറ്റ മുങ്ങിയിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് പൊങ്ങിയത്. മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് അന്തർധാരയിൽ സംഘപരിവാറുമായിട്ട് ഇവനൊരു ധാരണയിലെത്തി. കാരണം നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്, പിടിക്കരുത്, ED കയറ്റരുത് എന്നൊക്കെ പറഞ്ഞൊരു ധാരണയിലെത്തി. ഞാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2020 ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ BJPയിലേക്ക് വന്നോളാം എന്ന് അവരുടെ കാൽക്കൽ വീണ് നക്കി വെളുപ്പിച്ച ഈ വേട്ടാവളിയൻ ഇപ്പോൾ വന്നിട്ടെ ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെടുത്തിട്ട് കീറുന്ന കാരണം ഇവൻ മമ്മൂക്കാനെ കമ്പയർ ചെയ്ത്, അതായത് ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് CPMന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഇദ്ദേഹം മമ്മൂക്കയുടെ കൂടെ നടന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ നടക്കണമെന്നില്ല, കാരണം ഞാൻ ഇവിടെ വന്നത് ഈ ടൗൺഷിപ്പൊക്കെ കാണാനാണ്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഞാൻ പാർട്ടിയുടെ എന്തെങ്കിലും പ്രതിനിധിയായിട്ട് വന്നതാണെന്ന്. മമ്മൂക്കയുടെ സ്വന്തം പ്രസ്ഥാനത്തിലുള്ള പാർട്ടിയുടെ ഒരു പ്രവർത്തകനോടാണ് മമ്മൂക്ക അത് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ വാർത്തയായപ്പോഴത്തേക്ക് ഇതിന് ഏറ്റവും കൂടുതൽ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പൊലിപ്പിച്ചത് ഈ സംഘപരിവാർ ചാണക ഓടികൾ തന്നെയാണ്. CPMന്റെ ആരും അങ്ങനെ വലിയതായിട്ടൊന്നും സൈബറിൽ വന്നിട്ട് വലിയ പുള്ളിങ്ങൊന്നും നടത്തിയില്ല. പക്ഷേ പലരും ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് സഖാക്കളാണ് എന്ന രീതിയിൽ കുറേ കമൻറ്റുകളൊക്കെ ഇട്ടിരുന്നു. നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞു, മമ്മൂക്കാക്ക് വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മലയാളത്തിൻ്റെ മഹാനടന് വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ ഈ വേട്ടാവളിയൻ ആരാണിവൻ? മമ്മൂക്കാനെ ആരെങ്കിലും തെറി പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം തിരിച്ച് അതേ നാണയത്തിൽ അടിച്ചവർ അണ്ണാക്കി കയറ്റി കൊടുക്കും. ഈ വേട്ടാവളിയൻ പറയുന്നൊന്ന് കേട്ടിട്ട് ഇവൻ 2 കൂടെ കൊടുക്കാം കേട്ടോ. ഇത്രയും വലിയ നടന് കിട്ടിയ തെറിയുടെ 10-1 ഇപ്പൊ അഖിലിന് കിട്ടുന്നില്ല. മമ്മൂട്ടിക്ക് കിട്ടിയ അവസ്ഥ എന്താ? മമ്മൂട്ടി ആരാ മലയാളത്തിൽ? മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടന് CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയോട് എന്റെ അടുത്തു നിന്നൊന്ന് മാറി നിങ്ങൾ വരൂ, നിങ്ങൾ എന്തിനാണ് തന്നെ ഇങ്ങനെ ഫുൾ ടൈം അനുഗമിക്കുന്നത് എന്ന് അദ്ദേഹം കാഷ്വലി പറഞ്ഞപ്പോ, നീ എങ്ങോട്ടായി പോണത്? മമ്മൂക്കായ ആരെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം അടിച്ചങ്ങോട്ട് അണ്ണായി കയറ്റി കൊടുക്കും. നീ അതാണോ കാണിക്കുന്നത്? നീ എന്തുവാ കാണിക്കുന്നത്? നീ പറയുന്നതൊന്ന്, പ്രവർത്തിച്ചത് വേറൊന്നല്ലേ? നീ വലിയ എന്താ പറയുക, തൻ്റെടിയാണ്, ഞാൻ സംഘപരിവാർ പാളയത്തിലേക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞവനാണ് നീ. ഇതും കൂടെ ഒന്ന് കേട്ടെ ഇവനെ കുറിച്ചിട്ട്. ഇപ്പൊ രമേശ് പിഷാരടി ഇവൻ തമ്മിൽ പൊരിഞ്ഞടിയാ കേട്ടോ. എന്നോട് ചോദിക്കുകയാണ് അഖിലേട്ടൻ എന്താണ് യോഗ്യത. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചതാണ്, പിഷാരടിക്ക് എന്താണ് യോഗ്യത, എന്റെ യോഗ്യതകൾ എന്താണെന്നുള്ള കാര്യം ഇപ്പൊ ഈ പറഞ്ഞ ജനത്തിന് നമ്മളെ ഇന്നലകളിലുള്ള അഖിലിനെ വിലയിരുത്തൽ അറിയാം. അത് അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ ഇതൊരു കോൺട്രവേഴ്സി ആക്കി അഖിൽ മാരാർ VS രമേശ് പിഷാരടി എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. വിവരക്കേടും പൊട്ടത്തരവും വിളിച്ചു പറയുമ്പോഴത്തേക്ക് ആലോചിച്ചണം. നീ പറഞ്ഞതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് രമേശ് പിഷാരടി നിനക്ക് മറുപടി തന്നത്. കാരണം രമേശ് പിഷാരടി കോൺഗ്രസിന്റെ ഭാഗമാണ്. അത് ആയ കാലം തൊട്ടേ നമുക്കറിയാം അവർ കോൺഗ്രസിന്റെ ഭാഗമാണെന്ന്. സീറ്റ് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സീറ്റിന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് രമേശ് പിഷാരടി എനിക്ക് തോന്നുന്നില്ല സംഘപരിവാറിലോട്ട് പോയി കയറുമെന്ന്. പക്ഷെ നിന്നെപ്പോലൊരുത്തൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മുണഞ്ഞ പ്രോഗ്രാമിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് നീ കാണിച്ചു കൂട്ടിയ കോപ്രായ, നീ ബിഗ് ബോസിൽ പോകത്തില്ല അല്ലെ ബിഗ് ബോസ് കാണത്തില്ലെന്ന് പറഞ്ഞവനാണ്. അപ്പം വാക്കിന് നെറിവില്ലാത്ത നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടി വെച്ച നിന്നെപ്പോലുള്ള വേട്ടാവളിയന്മാർ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പൊതുശല്യം തന്നെയാണ്. ഇവനിപ്പോൾ എല്ലാവരും എടുത്തിട്ടും കീറി ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, നീ മമ്മൂക്കായെ ഒന്നും പിടിച്ച് കളിക്കൊന്നും വേണ്ട. അത് വേറെ ആള് കേട്ടാ, അത് വേറെ സാധനം. അപ്പൊ നിന്നെപ്പോലുള്ള ഒരുത്തരൊന്നും അത് പറയാൻ പോലുള്ള യോഗ്യതയില്ല. നിന്നേടല്ലോ കേരളത്തിലെ ആളുകൾ ഇപ്പൊ ചാണാപ്പുഴുവായിട്ടാണ് കാണുന്നത്. കർണകത്തിൽ കിടന്ന് ഇങ്ങനെ പെരണ്ട് മറിയല്ലേ കിടന്നുണ്ട്. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും നമുക്ക് ഈ ഇലക്ഷൻ ഒന്ന് കഴിയുമ്പോൾ ഇവനൊന്ന് കാണണം. ഓക്കെ, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക.